ഒരു ചെറിയ കവിതാ സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. ആനുകാലികങ്ങളിലും പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത് പൊന്നാനിയുടെ ചരിത്രകാരനും മുൻ അധ്യാപകനുമായിരുന്ന ടി.വി. അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ എഴുതിയ പൊന്നാനി പൈതൃകവും നവോത്ഥാനവും എന്ന പുസ്തകത്തെ പറ്റിയാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച ഒരു ചരിത്രകാരൻ കൂടിയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചരിത്ര വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളൊക്കെ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം എഴുതിയ പൊന്നാനി പൈതൃകവും നവോത്ഥാനവും എന്ന പുസ്തകമാണ്. 600-ൽ പരം പേജുകളുള്ള ഈ പുസ്തകം പൊന്നാനിയെ കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പൊന്നാനിയുടെ ചരിത്രവും പൊന്നാനിയുടെ പൈതൃകവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാന നായകന്മാരെ കുറിച്ചെല്ലാം ഒരുപാട് സംവദിക്കുന്ന ഈ പുസ്തകം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനപരമായ ഒരു പുസ്തകമാണ്. ഇത് പ്രതിപാദിക്കുന്നത് 600-ൽ പരം പേജുകളുള്ള ഈ പുസ്തകം പൊന്നാനിയുടെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട്. പൊന്നാനി പൈതൃകവും നവോത്ഥാനവും എന്ന പുസ്തകത്തെയാണ് നാം ഇന്ന് ചർച്ചയാക്കുന്നത്. പൂങ്കാവനം ബുക്സ് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 2016-ലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. കേരള ചരിത്രത്തിലെ സുപ്രധാന സ്ഥാനമുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി. കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലെയും ചരിത്രത്തിന്റെ താഴ്വേര് അന്വേഷിച്ചാൽ നമുക്ക് എത്താൻ പറ്റുന്നത് പൊന്നാനിയുടെ മണ്ണിൽ അത് വേരൂന്നി നിൽക്കുന്നതായി നമുക്ക് കാണാം. അതോടൊപ്പം സാംസ്കാരിക പൈതൃകത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും വളക്കൂറുള്ള മണ്ണായി ചരിത്രകാരന്മാർ പൊന്നാനി ദേശത്തെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. പൗരാണിക തുറമുഖ നഗരമായ പൊന്നാനി പ്രാചീന കാലം തൊട്ടേ വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിരുന്ന പ്രദേശമാണ്. പേർഷ്യ, ചൈന, യമൻ, അറബ് നാടുകൾ എന്നിവയുമായി വ്യാപാര ബന്ധങ്ങളിലൂടെ ലോക സംസ്കാരങ്ങൾ കൈമാറിയിരുന്ന പൊന്നാനിയുടെ പൈതൃകവും നവോത്ഥാനങ്ങളെയും പറ്റിയാണ് ഇതിലേറെയും പ്രതിപാദിക്കുന്നത്. ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ വിവരണത്തിൽ പൊന്നാനിയുടെ മതസൗഹാർദ്ദവും സാമൂതിരി രാജാവിന്റെ 2ാം ആസ്ഥാനമായിരുന്ന പൊന്നാനിയെ പറ്റി പരാമർശിക്കുന്ന കാര്യവും ഇതിൽ ഏറെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. മലബാറിലെ ബക്ക എന്ന പേരുള്ള പൊന്നാനി മഖ്ദൂമുമാരുടെ ആത്മീയ നേതൃത്വത്തിൽ പ്രസിദ്ധമായ നാടാണ്. മാത്രമല്ല സാമൂതിരിയും മഖ്ദൂമുമാരും ഒത്തൊരുമിച്ച് മതസൗഹാർദ്ദം ഏറ്റവും മഹത്തരമായ നിലയിൽ നിന്ന് വരുന്ന ഒരു പ്രദേശം കൂടിയാണ് പൊന്നാനി. കേരളത്തിന് ഏറ്റവും മതസൗഹാർദ്ദത്തിൽ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രദേശം പൊന്നാനിയാണ്. അത് സവിസ്തരം ഉദാഹരണ സഹിതം ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിന്റെ തന്നെ ആദ്യ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് മഖ്ദൂം രണ്ടാമനാണ്. അദ്ദേഹത്തെയും ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റിയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ പറ്റിയും ഈ പുസ്തകം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നു. മറ്റൊന്ന് പൊന്നാനിയിൽ വിദേശികൾ, അതായത് ഇന്തോനേഷ്യ, മലേഷ്യ, ഈജിപ്ത് മുതലായ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വിദ്യാർത്ഥികൾ വന്ന് പഠിച്ചിരുന്ന പൊന്നാനിയിലെ പ്രസിദ്ധമായ 1-ാം മഖ്ദൂമിന്റെ പാഠ ദർസ്, അതിനെക്കുറിച്ചും ഇതിൽ സവിസ്തരം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതുപോലെ അതിനുശേഷം നമ്മുടെ ദക്ഷിണേന്ത്യയെ ബ്രിട്ടീഷുകാരെ ഏറ്റവും കൂടുതൽ വിറപ്പിച്ച ടിപ്പു സുൽത്താന്റെ പൊന്നാനിയിലെ തേരോട്ടം, പടയോട്ടം, അത് സവിസ്തരം നമ്മോട് പ്രതിപാദിക്കുന്നുണ്ട്. മൈസൂർ രാജാവിന്റെ പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങൾ, നമ്മുടെ പൊന്നാനിയും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുത്തപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ വെല്ലിംഗ്സ്ലി പ്രഭു നിയോഗിച്ച ഡോക്ടർ ഫ്രാൻസിസ് ബുക്കാന്റെ പൊന്നാനിയെ പറ്റിയുള്ള റിപ്പോർട്ട് ഇതിൽ വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1875 1887 കാലഘട്ടത്തിൽ മലബാർ കലക്ടറായിരുന്ന വില്യം ലോഗൻ തയ്യാറാക്കിയ മലബാർ മാനുവലിൽ പൊന്നാനിയെ പ്രതിപാദിക്കുന്നതും ഈ പുസ്തകത്തിൽ സവിസ്തരം പറയുന്നുണ്ട്. കേരളത്തിന്റെ കടലും കരയും പുഴയും തോടുകളും നിറഞ്ഞ പൊന്നാനിയുടെ പ്രകൃതിയും ഇന്നലകളുടെ ജീവിത സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കടത്തുതോണികളും കച്ചവട വ്യാപാര കേന്ദ്രങ്ങളും എല്ലാം വളരെ മനോഹരമായി തന്നെ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. നിളാനദിയുടെ ചരിത്ര പശ്ചാത്തലങ്ങളും മാമാങ്കം പോലുള്ള മഹാസംഭവങ്ങളെയും ഈ പുസ്തകം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. പോർച്ചുഗീസ് ബ്രിട്ടീഷ് വൈദേശിക ശക്തികൾക്കെതിരെ ഈ നാട് നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലെ നാടിന്റെ ഇടപെടലുകളും ഈ ബുക്ക് വിശദമായി തന്നെ നമ്മോട് സംവദിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള ഈ നഗരത്തിലെ മറ്റു അമ്പലങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും വളരെ വിശദമായി തന്നെ മാഷി ഈ പുസ്തകത്തിൽ നമ്മോട് വിവരിക്കുന്നുണ്ട്. സാഹിത്യരംഗത്തെ പൊന്നാനിയുടെ മേന്മ ഇതിൽ സവിസ്തരം എഴുതിയിട്ടുണ്ട്. വെള്ളത്തോൾ, ഇടശ്ശേരി, ആലപ്പാട്, VT ഭട്ടതിരിപ്പാട്, ബാലാമണിയമ്മ, MT വാസുദേവൻ നായർ, ഉറൂബ്, M ഗോവിന്ദൻ, കടവനാട് കുട്ടികൃഷ്ണൻ, C രാധാകൃഷ്ണൻ, മാധവിക്കുട്ടി, ഇങ്ങനെ പൊന്നാനി കളരിയെ ധന്യമാക്കിയ ആളുകളെ കുറിച്ചും അവരുടെ കാലഘട്ടത്തെക്കുറിച്ചും സവിസ്തരം നമ്മോട് ഇതിൽ സംവദിക്കുന്നുണ്ട്. അതുപോലെ മുസ്ലിം സാഹിത്യത്തിലെ കുഞ്ഞായി മുസ്ലിയാർ, ഓളംപികത്ത് CD, മാളിയേക്കൽ കുഞ്ഞഹമ്മദ്, ചിത്രകലയിലെ KCS പണിക്കർ, TK പത്മിനി, ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നിവരെ പറ്റിയും ഈ പുസ്തകം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ പൊന്നാനിയിലെ ആദ്യകാല സ്കൂളുകളായ ടൗൺ GLP, TIUP, MI സ്കൂളുകൾ എന്നിവയും MES കോളേജ്, AVHS എന്നിവയെ പറ്റും ഈ പുസ്തകം സവിസ്തരം ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പൊന്നാനിയാണെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം ഇതിൽ പറയുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്ര ബിന്ദു അത് പൊന്നാനിയാണ്. വ്യാപാര വൈദേശിക ബന്ധങ്ങളുടെ ഹമ്പ്, എല്ലാ വിഭാഗങ്ങളുടെയും ആചാര ആഘോഷങ്ങളെ ഒന്നായി കണ്ട് അതിനെല്ലാവരും ഒന്നിച്ചിടപഴകിയ പൊന്നാനി ഇന്നും കാത്തുസൂക്ഷിക്കുന്ന മാനവികതയുടെ മഹത്തായ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർത്താനും തുറന്നു വച്ച് പഠിക്കാനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്പെട്ട ഒരു പുസ്തകമാണ് മാഷി രചിച്ചിട്ടുള്ള പൊന്നാനി പൈതൃകവും നവോത്ഥാനവും എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ പുസ്തകത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാനുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാൻ പ്രയാസമായിരിക്കും. ഈ വിഷയത്തിൽ പറയുന്ന ഈ 600-ൽ പരം പേജിൽ പറയുന്നത് ഈ ഉള്ളടക്കം പൗരാണിക തുറമുഖം, തലസ്ഥാന ചരിത്രവും ഐതിഹ്യവും, തിരുമനശ്ശേരി നാട്, സാമൂതിരിയുടെ മേൽക്കോയ്മ, ഹൈദരലിയും ടിപ്പു സുൽത്താനും, ബുക്കാനൻ കണ്ട പൊന്നാനി, വില്യം ലോഗൻ കണ്ട പൊന്നാനി, സെന്റ് ആന്റണീസ് ചർച്ചും മാർത്തോമ പള്ളിയും, നില ഒഴുകും വഴിയെ ചമ്രവട്ടം പാലവും കുറ്റിപ്പുറം പാലവും, പൂക്കൈത പുഴയും കനോലി കനാലും, തെക്കേ മലബാറിന്റെ വ്യാവസായിക ആസ്ഥാനം, പാശ്ചാത്യ സൗകര്യം, തകരുന്ന കയർ വ്യവസായം, നദീ തട മഹോത്സവം, തുറമുഖത്തിന്റെ പ്രതാപത്തിന്റെ പുനർജനി, മത്സ്യബന്ധനം, കാർഷിക വിശേഷങ്ങൾ, കച്ചവടത്തിനായി വന്നവർ, വിശാല താലൂക്കും കോടതിയും, സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും, പഞ്ചായത്തും നഗരസഭയും താലൂക്ക് ആശുപത്രി, പുഴ മുതൽ പുഴ വരെ, പള്ളിക്കടവും തൊട്ടുങ്ങപ്പള്ളിയും, കച്ചുത്തെരുവും തെരുവത്ത് പള്ളിയും, കൊച്ചങ്ങാടിയും കാസി മൈതാനവും, വിജ്ഞാനത്തിന്റെ ദീപശിഖകൾ, അനുഭവം, ഭക്തി സാന്ദ്രതം, വലിയ ജുമാഅത്ത് പള്ളി, വസ്തുശില്പകലയും ദൈവിക സാമീപ്യവും, വിജ്ഞാനത്തിന്റെ പത്രമാറ്റ്, ദർസിന്റെ ആദ്യഘട്ടം, പൊന്നാനി മലബാറിലെ ജ്ഞാന കേന്ദ്രം,
മൗനത്തുൽ ഇസ്ലാം സഭ, വലിയ ജാറും, വെളിയങ്കോടും, സൂറത്ത് തങ്ങന്മാരും, ഇങ്ങനെ ഒരുപാട് അധ്യായങ്ങളിലായിട്ട് പൊന്നാനിയെക്കുറിച്ചും പൊന്നാനിയുടെ ഇന്നലകളെക്കുറിച്ചും വരും തലമുറക്ക് വളരെ വിശദമായി തന്നെ പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. പൊന്നാനിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ മറ്റു കേരളത്തിലെ ഇതര പ്രദേശങ്ങളെക്കാൾ ഇതര പ്രദേശങ്ങൾക്ക് മാതൃകയായി എല്ലാ സമൂഹവും എല്ലാ സംസ്കാരങ്ങളും ഒന്നായി ഒഴുകുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ ചരിത്രം നമ്മുടെ ഇന്നത്തെ കേരളത്തിന് പ്രത്യേകിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇത്തരം പുസ്തകങ്ങളെയാണ് നാം നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത്. കാരണം അത്രയും സംസ്കാര സമ്പന്നമായ ഒരു പ്രദേശം നമ്മുടെ കേരളത്തിൽ തന്നെ ചുരുക്കമാണ് എന്നാണ് എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പൊന്നാനിക്ക് എന്നും ഒരു പ്രാമുഖ്യമുണ്ട്. ഉറൂബിനെ പോലെയുള്ള, കുട്ടിക്കൃഷ്ണൻ മാരാരെ പോലെയുള്ള ആളുകൾ ഈ പൊന്നാനിയുടെ യശസ് എന്നും ഉയർത്തിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം ഇതിൽ വളരെ സവിസ്തരം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ചൈനയിൽ നിന്നും അതുപോലെ പേർഷ്യയിൽ നിന്നും ഒക്കെ വിദേശികൾ നമ്മുടെ പൊന്നാനിയിൽ വന്ന് വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരങ്ങൾ അവർ സ്വീകരിക്കുകയും അവരിൽ നിന്നുള്ള സംസ്കാരങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു സങ്കലന സംസ്കാരം ഈ പൊന്നാനിയുടെ തീരങ്ങളിലും പൊന്നാനി നഗരത്തിലും നാം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മറ്റുള്ള ഏത് പ്രദേശത്തെക്കാളും പരസ്പരമുള്ള ഒരുമ ഈ പ്രദേശത്ത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത്തരം പുസ്തകങ്ങൾ നാമും നമ്മുടെ വിദ്യാർത്ഥികൾക്കും പരിചയപ്പെടുത്തണം. ഇനി സമയ ദൈർഘ്യം കൊണ്ട് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. ഇന്നെ ഈ വിഷയത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. നമസ്കാരം. സാറിന് ആദ്യമായിട്ട് നന്ദി പറയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്. പൊന്നാനിയുടെ പൈതൃകം നവോത്ഥാനം എന്ന ബുക്കിനെ കുറിച്ചിട്ട് സാർ പറഞ്ഞു വലിയൊരു ബുക്ക് തന്നെയാണ് അത്, 600-ൽ പരം പേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു സാറ്. പക്ഷെ അത് വളരെയധികം നല്ല രീതിയിൽ ചുരുക്കി എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ച് സാർ പറഞ്ഞു. പൊന്നാനിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ചരിത്രം സാറ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു. അതായത് സ്കൂളുകളെ പറ്റിയും ആദ്യകാലത്തുണ്ടായിരുന്ന കവികളെ പറ്റിയും പിന്നെ പൊന്നാനി ഒരു മക്ക എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ പൊന്നാനിയുടെ മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു നാടായിട്ടും കൂടി എല്ലാ കാര്യങ്ങളും പൊന്നാനിയുടെ മൊത്തത്തിലുള്ള ചരിത്രത്തെ കുറിച്ച് സാറ് വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. എനിവേ താങ്ക് യു സോ മച്ച് സാർ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആക്ച്വലി ഈ ലിറ്ററൽ ലെൻസിന്റെ ഒരു പ്രോഗ്രാമിന് അധികമൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ലായിരുന്നു. നാട്ടിൽ പോണ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. പിന്നെ ഇങ്ങനെ നാളെ സ്പോർട്സ് ആയതുകൊണ്ട് ഇങ്ങനെ പങ്കെടുത്തു. അപ്പം നല്ല ക്ലാസ് ആയിരുന്നു, നല്ലോണം കേൾക്കാൻ സാധിച്ചു. പിന്നെ കോളേജിൽ ചെറിയൊരു പരിപാടിന്റെ ഇതിലായിരുന്നു, ഇപ്പോൾ ഒരു ട്രാവലിങ്ങിലാണ്. അപ്പോൾ അധികം ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും പൊന്നാനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഞാനൊരു പൊന്നാനിക്കാരി അല്ല, എന്നിരുന്നാലും
അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നമ്മൾ പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ഇസ്ലാമിക പ്രദേശമായിട്ടാണ് കൂടുതലും നമ്മൾ പരിചയപ്പെട്ടത്. പക്ഷേ അവിടുത്തെ ഒരു ഒരുമനെ പറ്റിയൊക്കെ സാറ് പറഞ്ഞപ്പോഴാണ് കൂടുതൽ ക്രൈസ്തവരും ഹിന്ദു അങ്ങനെ എല്ലാ മതക്കാരും ഒരുമയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അതൊരു അതിശയായിരുന്നു. പിന്നെ എല്ലാം നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോട്ടെ. ആ, വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത്, പ്രത്യേകിച്ച് എനിക്ക് പ്രസന്റ് ചെയ്തതിൽ ഉപരി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, എൻ്റെ തൊട്ടടുത്ത അയൽവാസിയും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ഏറ്റവും അടുത്ത കുടുംബം കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതിനും പിന്നെ ഇതിലൊരു ഭാഗമാവാൻ അദ്ദേഹത്തിന് സാധിച്ചതിന് ഞാൻ വളരെ സന്തോഷം ഇതിൽ പങ്കുവെക്കുകയാണ്. താങ്ക് യു.